തല പിളർന്ന് ശസ്ത്രക്രിയ നടത്തുമ്പോൾ വേദനിക്കില്ലെന്നാണ് മേപ്പാടി ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജറി വിഭാഗം ഡോക്ടർമാർ പറയുന്നത്. രോഗിയെ ബോധാവസ്ഥയിൽ തന്നെ കിടത്തി 10 മണിക്കൂർ നീണ്ട അവേക്ക് ബ്രെയിൻ സർജറി വിജയകരമായി പൂർത്തിയാക്കി. വയനാടിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു ശസ്ത്രക്രിയ നടക്കുന്നത്. ബ്രെയിൻ ട്യൂമർ ബാധിച്ച 63-കാരനിലാണ് ബോധാവസ്ഥയിൽ തന്നെ വേദനയറിയാതെ അപൂർവ ശസ്ത്രക്രിയ നടത്തിയത്. ന്യൂറോ സർജറിയിൽ പുതുചരിത്രം കുറിക്കുകയായിരുന്നു മേപ്പാടി ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ്. മാനന്തവാടി തലപ്പുഴ സ്വദേശിയിലാണ് 10 മണിക്കൂർ നീണ്ടുനിന്ന അവൈക്ക് ബ്രെയിൻ സർജറി വിജയകരമായി പൂർത്തിയാക്കിയത്. തലച്ചോറിൽ ശസ്ത്രക്രിയ നടത്തി മുഴ വിജയകരമായി നീക്കം ചെയ്തു. എന്താണ് അവൈക്ക് ബ്രെയിൻ സർജറി? ഡോക്ടർ അരുൺ അരവിന്ദ് പറയുന്നു. സങ്കീർണമായി ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് അവൈക്ക് ക്രൈനിയോട്ടമി എന്ന് പറഞ്ഞത്. നമുക്കറിയാം, നമ്മുടെ തലച്ചോറിന്റെ ഓരോ ഭാഗങ്ങളും നമ്മുടെ ഓരോ കാര്യങ്ങളെയാണ് നിയന്ത്രിക്കുന്നത്. ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചലനം, അല്ലെങ്കിൽ നമ്മളുടെ സംസാരം, ഓർമ്മശക്തി, കാഴ്ചശക്തി, അങ്ങനെ തലച്ചോറിന്റെ ഓരോ ഭാഗങ്ങൾ ഓരോ കാര്യങ്ങളെയാണ് നിയന്ത്രിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, തലച്ചോറിനെ പല രീതിയിലുള്ള അസുഖങ്ങൾ ബാധിക്കാം. അതിൽ പ്രധാനമായിട്ടുള്ളതാണ് ട്യൂമേഴ്സ്, തലേനെ ബാധിക്കുന്ന ട്യൂമേഴ്സ്. അതിപ്പോൾ നമ്മൾ സംസാരശേഷിനെ ബാധിക്കുന്ന ഭാഗത്താണെങ്കിൽ രോഗിക്ക് സംസാരമായിട്ട് ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക. നമ്മളെ ഈ പേഷ്യന്റിന് തന്നെ സംസാരമായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പ്രധാനപ്പെട്ട് ആ രോഗിക്ക് 3 മക്കളുണ്ടായിരുന്നു. 3ാമത്തെ മകളുടെ പേര് പോലും സംസാരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയായിരുന്നു രോഗിക്ക് ഉണ്ടായിരുന്നത്. തല പിളർന്നുള്ള ശസ്ത്രക്രിയ നടക്കുമ്പോഴും രോഗിയോട് ഡോക്ടർ കുശലം പറയും, വിശേഷങ്ങൾ ചോദിക്കും, തുടർച്ചയായി സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഇതിനിടയിൽ രോഗി കാര്യമായി വേദനയറിയാതെ തന്നെ ശസ്ത്രക്രിയ പൂർത്തിയായിരിക്കും. കേരളത്തിൽ തന്നെ ചുരുക്കം ചില രോഗികളിൽ മാത്രമാണ് ഇത്തരം ശസ്ത്രക്രിയ നടന്നിട്ടുള്ളതെന്ന് ന്യൂറോ സർജറി വിഭാഗം കൺസൾട്ടന്റായ ഡോക്ടർ നവീൻ ഹരിദാസ് പറഞ്ഞു. അഡ്വാൻറ്റേജ് പ്രൈമ ഫേഷ്യ നമുക്ക് മനസ്സിലായി അല്ലേ? ഒരു പേഷ്യന്റ് സർജറിയുടെ സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള അയാൾക്ക് വരുന്ന കോട്ടങ്ങൾ അത് നിയന്ത്രിക്കാനും, അത് ഏത് പോയിന്റിലാണോ അദ്ദേഹത്തിന്റെ പിന്നീടുള്ള ലൈഫിനെ ബാധിക്കുമെന്ന് തോന്നുന്നു ആ പോയിന്റിൽ സർജറി സ്റ്റോപ്പ് ചെയ്യാനും, സേഫ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാനും, അപ്പോൾ മാക്സിമം സേഫ് റിസെക്ഷൻ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് അതിന്റെ ഫങ്ഷണൽ പ്രിസർവേഷൻ നടക്കും. അതായത് ഓപ്പറേഷന് ശേഷവും നമ്മളടുത്ത് എങ്ങനെയാണോ രോഗി എത്തിയത്, ഒന്നുകിൽ അതിനേക്കാൾ ബെറ്റർ ആയിട്ട്, അല്ലെങ്കിൽ അതേ സ്റ്റാറ്റസിൽ സർജറി കഴിയുമ്പോഴും അദ്ദേഹത്തിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഒരു ബ്രെയിൻ ട്യൂമർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണകളിലൊന്ന് അതോടുകൂടി ജീവിതം കഴിഞ്ഞു, ഇനിയിപ്പോൾ മറ്റു കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളതാണ്. മലനാട് ന്യൂസ്, കൽപ്പറ്റ.